എമ്പുരാൻ 17 നിന്ന് 24 പോയിരിക്കുകയാണ്. 17 പെട്ടെന്ന് ആദ്യം, പിന്നെ അത് 24 വെട്ടിലേക്ക് പോയി. വില്ലന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു അഴിച്ചുപണി എമ്പുരാനിൽ നടന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു കാര്യം, ആരെയും വെട്ടിക്കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആർക്കെതിരെ പ്രതിഷേധം നടത്തുകയോ ആരുടെ കോലം കത്തിക്കുകയോ സമരമുറകളുമായി രംഗത്തിറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അഭിപ്രായങ്ങൾ കൃത്യമായി പറയുക മാത്രമാണ് BJP-ക്കാരായാലും ജനങ്ങളായാലും ചെയ്തത്. ആ അഭിപ്രായം സത്യസന്ധമായതുകൊണ്ടല്ലേ ഇപ്പോ ഈ 17 വരും 24 കെട്ടിലേക്ക് പോയത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 24 വെട്ടുകൊണ്ട് ഏകദേശം ഒരു 2.5-3 മിനിറ്റ് താഴെയുള്ള ഭാഗമാണ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവുക. അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഏതാണെങ്കിലും സിനിമയെ സംബന്ധിച്ചുള്ള ഇത്തരം ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ചെയ്തിട്ടുള്ളത്. നേരിട്ട് സത്യത്തിൽ സംഘം ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആരും ഇതിനെതിരായിട്ട് പ്രതിഷേധ യോഗങ്ങൾ നടത്തിയിട്ടില്ല, പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല, ആരെയും കണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആകെയുള്ളത് ഇത്തരം സിനിമകളിൽ ഹിന്ദു വിരുദ്ധമായ ദേശവിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട്, അത് തെറ്റാന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇപ്പോൾ തമിഴ്നാട്ടിൽ നാളെ സമരം നടക്കാൻ പോവാണ്. അവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയിലെ വാദഗതികളാണ്. അതിനെതിരായിട്ട് അവിടെയുള്ള കർഷക സമിതി സമരക്കാർ, കർഷക അസോസിയേഷൻകാർ വലിയ സമരത്തിലാണ്. ഫെഗ അവർ സമരത്തിലാണ് വരുന്നത്. അവർ നാളെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗോകുലം ഗോപാലിൻ്റെ ചിട്ടി കമ്പനിയുടെ നേർക്ക് അവിടേക്ക് സമരം നടത്തുകയാണ്. ഇതൊന്നും കേരളത്തിലുണ്ടായില്ല. കാരണം കേരളത്തിൽ നമുക്ക് സാധാരണ മനസ്സിലാക്കേണ്ട വസ്തുത, മറ്റ് സിനിമകളെ പോലുള്ള ഒരു അഭ്യാസവും കേരളത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 51 വെട്ടെന്ന് പറഞ്ഞ സിനിമ വന്നു. ആ 51 വെട്ട് എവിടെയാണ് സിനിമ ഇറക്കിയത്? എവിടെയാണ് ഇറക്കാൻ സമ്മതിച്ചോ? സമരം നടത്തിയില്ലേ? അത് ഇല്ലാന്ന് ചെയ്യാൻ പോലീസിന് സഹായം തേടിയില്ലേ? സിനിമ ആളുകളെ ആക്രമിക്കാൻ പരിശ്രമം നടത്തിയില്ലേ? അതേപോലെ തന്നെ എത്ര സിനിമകളാണ് അത്തരത്തിൽ ഇവണ്ട് കേരള സ്റ്റോറിക്കടക്കം വലിയ പ്രതിഷേധങ്ങളാണ് പല ഭാഗത്തും വന്നത്. അതിനില്ലായ്മ ചെയ്യുന്നുള്ള മട്ടിൽ എന്തിനാ പറയുന്നത്? ജോസഫ് ഹോഷന് പോലും കൈവെട്ടിയെന്ന് നമുക്കറിയാവുന്നതാണ്. കാരണം ഒരാളുടെ സാധനം എഴുതിയെന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ആളുടെ കൈവെട്ടിക്കളയുന്നൊരു പ്രകൃതം അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പക്ഷെ ഇതൊന്നും ഈ തരത്തിൽപ്പെട്ട ഒരു സംഗതികളും ഈ എമ്പുരാൻ സിനിമയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ആളുകൾ അഭിപ്രായം പറഞ്ഞു. അതും പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന് ചുമതലപ്പെട്ടവരാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോ ഏതെങ്കിലും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരോ ആരും ഇതിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. RSSൻ്റെ സംസ്ഥാന നേതൃത്വം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് അല്ലാതെ ചില ആളുകൾ ഇതിനെ സംബന്ധിക്കുന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും കൃത്യമായിട്ടുള്ള ഭാഷയിലാണ്. അത് ഒരിക്കലും ആരെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തിലായിരുന്നില്ല. മറിച്ച് ഏറ്റവും സാത്വികമായ രീതിയിൽ വിഷയങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് ഇന്ന കാര്യം കൊണ്ട് ഈ സിനിമ വേണ്ടെന്നാണ് പറഞ്ഞത്. അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ടല്ലോ. ആ സിനിമയ്ക്കകത്ത് എന്താണ് കാണിക്കുന്നത്? അത് ഏകപക്ഷീയമായിട്ടുള്ള സിനിമയാണ്. അതിനകത്ത് ട്രെയിൻ കത്തിക്കുന്നില്ല, ട്രെയിൻ കത്തിപ്പോകുന്ന പടമാണ് അതിനകത്ത് കാണിക്കുക. എന്നിട്ട് പോലും ഹിന്ദുക്കൾ തിരിച്ച് പ്രതികരിച്ചില്ല. അതേപോലെ തന്നെ ആ സിനിമയ്ക്കകത്ത് പ്രധാനമായിട്ട് ഭജരംഗിയെക്കുറിച്ചുള്ള പ്രയോഗങ്ങളുണ്ട്. എത്ര മോശമായിട്ടുള്ള പദപ്രയോഗമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചുണ്ട്, ഭാരതത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംവിധായകനും അല്ലെങ്കിൽ തിരക്കഥാകൃത്തെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു. എനിക്കറിയില്ല, ഉണ്ടോ എന്നുള്ളവർ അറിയില്ല. ഏതാണെങ്കിലും അവരുടെ എല്ലാം ചില തോന്നിവാസങ്ങളാണ് സിനിമയുടെ പേരിൽ നടത്തിയിട്ടുള്ളത്. ഇത് ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചു എന്നുള്ളത്, ഈ പ്രതികരണം ആളുകൾ നടത്തിയത് ഇത് 1ാം ഘട്ടം എന്ന നിലയ്ക്ക് എല്ലാവരും ശാന്തമായിട്ടുള്ള പദപ്രയോഗം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ വളരെ ഭാഗ്യവശാൽ സിനിമയുടെ നിർമ്മാതാക്കൾ ഒരുപക്ഷെ ജനവികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരാണ് ആവശ്യപ്പെടുന്നത്. ഒരിക്കലും സംഘപരിവാർ ഈ സിനിമയിൽ ഇത്ര വെട്ട് വേണം, 24 വേണം, 17 വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് സിനിമയുടെ നിർമ്മാതാക്കളാണ്. അവർ പണം മുടക്കിയ ആളുകളാണ്. അവർക്ക് പണം മുടക്കുന്ന പണം തിരിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ട്. എത്ര കോടി റുപ്യ മുടക്കി എന്ന് പറയുന്നത് 180 തുടങ്ങിയിട്ട് 230 കോടി റുപ്യ വരേക്കും ചെലവഴിച്ചു എന്നാണ് പറയുക. അതിന് എത്ര കോടി അവിടെ മടക്കി കിട്ടണം? യഥാർത്ഥത്തിൽ മിനിമം 500 കോടി റുപ്യയുടെ കളക്ഷൻ്റെ മാത്രമാണ് ഇവർക്ക് പിടിച്ചേക്കാൻ വേണ്ടി സാധിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യവസായികൾ ഒരാളായിട്ടുള്ള ഗോകുലം ഗോപാലിന് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് വഴിമുട്ടുക. ഈ തിരിച്ചറിവ് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്, ഈ തിരിച്ചറിവ് ആന്റണി പെരുമാവൂരിനെ സംബന്ധിച്ചുണ്ട്, ഈ തിരിച്ചറിവ് മോഹൻലാലിനെ സംബന്ധിച്ചുണ്ട്. മറ്റ് പലരെ സംബന്ധിച്ചൊക്കെ വേറെ എവിടെന്നെങ്കിലൊക്കെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ പുറത്ത് ഈ സിനിമ എങ്ങനെയായാലും എനിക്കെന്താന്നുള്ള മട്ടിലാണ് വരിക. അതൊരിക്കലും ഒരു ഭൂഷണമല്ല ശരിക്കും. ഈ സിനിമ നിർമ്മിച്ചത്
തികച്ചും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ് അതിനകത്തുള്ളത്. അതിൽ ഓരോ വരിയും നിങ്ങൾ നോക്ക്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിച്ചളയുന്നു. ഇവിടെ ആരാ പൊട്ടിക്കാൻ തീരുമാനിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത് എമ്പുരാൻ സിനിമയുടെ സംവിധായകന് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അയാൾ പൊട്ടിക്കാൻ തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. അല്ലാതെ ഇവിടുത്തെ ഒരു ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ ഒരു ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോ ഒരു ക്രൈസ്തവ പ്രസ്ഥാനങ്ങളോ ഒന്നും ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കും എന്ന് പറയുന്ന ഒരു നറേഷൻ്റെ സൃഷ്ടാവ് ഒന്നുകിൽ തിരക്കഥാകൃത്താണ് അല്ലെങ്കിൽ സംവിധായകനാണ്. അവർക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ സമരം നടക്കുന്നത്. എങ്ങനെയാ സമരത്തെ കുറ്റപ്പെടുത്താൻ പറ്റുക? കാരണം അവിടെ മുല്ലപ്പെരിയാർ ഡാം ബോംബ് വെച്ച് തകർത്തന്നെങ്കിൽ ആർക്കാണ് നഷ്ടം വരിക? അവർ കുടിവെള്ളമാണ് അവർ നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കേരളം മുഴുവൻ വെള്ളത്തിലടിയിലായി പോവുകയും ചെയ്യും. ആയിരക്കണക്കിന് ആളുകൾ 2018 നടന്ന പ്രളയത്തേക്കാൾ വലിയൊരു പ്രളയത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമാ സംവിധായകന് മനസ്സിലാവേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ ഗാന്ധാരി വിലാപം പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവുണ്ടല്ലോ. ഈ മാതാവ് 2018 ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് പോയ വസ്തുത മനസ്സിലാക്കേണ്ടതാണത്. സേവാഭാരതിയുടെ സഹായത്തോടു കൂടിക്കൊണ്ട് ലോക്കൽ കൗൺസിൽ BJP അംഗത്തിൻ്റെ സഹായത്തോടു കൂടിക്കൊണ്ട് ആ വള്ളത്തിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്തിട്ടുള്ള ആ അമ്മയ്ക്ക് അന്നുണ്ടായിരുന്ന അവിടുത്തെ ഒരു ഭീമാകാരമായിട്ടുള്ള വണ്ടിയൊന്നും അവർ സഹായിച്ചില്ല. അവരവിടുന്ന് പോയ സ്ഥിതി അവർ തിരിച്ചറിയേണ്ടതാണത്. അവരാണ് ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം മകന് വേണ്ടിയിട്ട് വിലപിക്കുന്ന ഈ സ്ത്രീ തിരിച്ചറിയേണ്ടത് തൻ്റെ പങ്കാളിത്തം താൻ അനുഭവിച്ചുള്ള ദുരിതങ്ങളെ സംബന്ധിച്ചാണ്. 2018 താൻ അനുഭവിച്ച ദുരിതമാണ് കേരളത്തിലെ ആയിരക്കണക്കിന് അമ്മമാർക്ക്, പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ വരുന്ന അണക്കെട്ടിൻ്റെ തകർച്ചയിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതാണെന്ന് തിരിച്ചറിയേണ്ടതല്ലേ? അതല്ലേ മകൻ്റെ സിനിമയിലുള്ളത്? ഇതൊരു മര്യാദയാണോ സിനിമയിൽ കാണിക്കുന്നത്? ഇത് സിനിമയിൽ കാണിക്കുന്ന മര്യാദയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നവരെങ്ങനെ തെറ്റുകാരനാവുക? അതിൽ ട്രെയിൻ കത്തിക്കുന്നു, ആ ട്രെയിൻ കത്തിക്കുന്നത് കാണിക്കുന്നില്ല, ട്രെയിൻ കത്തുന്നത് കാണിക്കുന്നു. ഇത് എവിടുത്തെ മര്യാദ? ഇത് ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് തൻ്റെ ഇടത്തോടു കൂടിക്കൊണ്ട് ഈ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനും അതേപോലെ തന്നെ തിരക്കഥാകൃത്തും പറയേണ്ടത് ഞങ്ങൾ സിനിമ രാഷ്ട്രീയപരമായിരിക്കുന്ന സിനിമയാണ്. അതിനെന്താ തെറ്റുള്ളത്? ലാൽ സലാമിന് 2 കൈ നീട്ടി സ്വീകരിച്ചവരാണല്ലോ, രക്തസാക്ഷികൾ സ്വീകരിച്ചിട്ടുള്ളവരാണല്ലോ, അറബിക് കഥകൾ സ്വീകരിച്ചിട്ടുള്ളവരാണല്ലോ. ഇതൊന്നും സ്വീകരിക്കാൻ മലയാളിയെ സംബന്ധിച്ചും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചും യാതൊരു വിഷമവുമില്ല. മറിച്ച് ഇവർ ഹിഡൻ അജണ്ടയാണ് കൊണ്ടുവരുന്നത്, കൃത്യമായിട്ടുള്ള അജണ്ടയാണ് കൊണ്ടുവന്നത്. ഈ അജണ്ട രാജ്യദ്രോഹപരം തന്നെയാണ്. രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ലാത്ത ഒരു തിരക്കഥയാണ് ശരിക്കും അതിനകത്തുള്ളത്. അതുകൊണ്ടാണല്ലോ മിണ്ടാതിരിക്കുന്നത്. ഇന്നിപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ ഗോകുലം ഗോപാലിന് വിഷമമുണ്ട്, അദ്ദേഹം ഇത് വെട്ടിത്തിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ പൃഥ്വിരാജിൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും വന്നിട്ടില്ല. എന്താ കാരണം? പഴയ സേവ് ലക്ഷദ്വീപിൻ്റെ ആളാണ് അദ്ദേഹം, CA വിരുദ്ധ സമരത്തിൻ്റെ ആളാണ് അദ്ദേഹം. എന്തെല്ലാം കാര്യങ്ങളാണോ ഭാരതത്തിന് അനുകൂലമായി വരുന്നത് അതിനെയെല്ലാം തകിടം മറിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആൾ തന്നെയാണ് പൃഥ്വിരാജ്. അതിനെന്താ സംശയമുള്ളത്? അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മാത്രം സംശയം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയമില്ലല്ലോ. അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക. ആദ്യമായി ആരായി ഭാഷ എഴുതിയത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞത്. അത് അവർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ആളറിഞ്ഞ് കളിക്കടാന്ന്. ഇവർ പറയുന്നു ഇവരാരാ? ഇവർ പഠിപ്പിച്ചതാരാ? ഇത്തരം ധിക്കാരപരമായിട്ടുള്ള കാര്യങ്ങളാണോ സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നത്? കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ ഈ സ്ത്രീ വെല്ലുവിളിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഇതൊരു മര്യാദയുള്ള കാര്യമാണ് കാണിക്കുന്നത്. അത്രയൊന്നും മര്യാദകേടൊന്നും കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേരളത്തിൽ ഒരാളും കാണിച്ചിട്ടില്ല. അത് കാണിച്ചത് പൃഥ്വിരാജിൻ്റെ ഭാര്യയാണ് കാണിച്ചത്. അതുകൊണ്ട് ഈ പറയുന്ന അമ്മ വിലപിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവർ വിലപിച്ചത് സ്വന്തം മരുമകളോട് തന്നെ ആയിരിക്കണം കേട്ടോ. നീ എന്തിനാണ് ഈ മഹാപാപം കാണിച്ചത്? നീ എന്തിനാണിത് കാണിച്ചത് എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ഗാന്ധാരിയുടെ വിലാപത്തെ പോലെ തന്നെ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ഒരു കരച്ചിലുണ്ട്. അത് കണ്ണുകെട്ടിയതിൻ്റെ പേരിലാണെന്ന് ഗാന്ധാരി തിരിച്ചറിയേണ്ടതായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് മരുമകളേക്ക് ഇതുപോലെ തന്നെ കെട്ടഴിച്ച് വിടുന്ന സമയത്ത് ഈ പറയുന്ന അമ്മായിയും ആലോചിക്കേണ്ടതായിരുന്നു. ഇത് എൻ്റെ മകൻ്റെ ജീവനെപ്പോലും അതിനെതിരായിട്ടുള്ളതാണ് ഈ പറയുന്ന സ്ത്രീയുടെ മരുമകളുടെ കളി എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇത് 24 വെട്ടോ 17 വെട്ടൊക്കെ വെട്ടിയാൽ പോലും ഇതൊരു പൂർണ്ണമായിട്ടുള്ള
ഹിന്ദു വിരുദ്ധ ഭാരത വിരുദ്ധ ചിത്രത്തിൽ നിന്ന് എത്രത്തോളം മാറുന്നു എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ട്.